ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അതായത് എന്തൊക്കെ പുതിയ അപ്രോച്ചസ് വന്നിട്ടുണ്ട് ഈ ലേണിംഗ് ഡെലിവറിയിൽ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. എന്താണ് ഈ ലേണിംഗ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലേണിംഗ് ഒക്കെ നടക്കുന്നത് ഒരുപാട് മീഡിയ യൂസ് ചെയ്തിട്ടാണ്. ടെക്സ്റ്റ് ഡെലിവറി ചെയ്യാനും ഓഡിയോ, ഇമേജും, ആനിമേഷനും, സ്ട്രീമിംഗ് വീഡിയോയും അതുപോലെ ടെക്നോളജി ആപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി പുതിയ ഒരു 4 അപ്രോച്ചുകൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നതാണ് സിങ്ക്രണസ് എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. സിങ്ക്രണസും ഉണ്ട്, അസിങ്ക്രണസും ഉണ്ട്. 2 അപ്രോച്ചസ് ആണ് ഈ ലേണിങ്ങിൽ. സിങ്ക്രണസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈമിലാണ്, വിത്ത് ഓൾ പാർട്ടിസിപ്പൻസ് ഇൻട്രാക്ടിങ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ നമുക്കൊരു ലൈവായിട്ടുള്ളൊരു വീഡിയോ കോൺഫറൻസ് നടക്കുമ്പം എല്ലാ ആളുകളും ഒരേ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവർ ഇൻട്രാക്ട് ചെയ്യുന്നു. അത് ആ ഒരു ടൈമിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഐഡിയാസും അതേപോലെ തന്നെ അവരുടെ ഇൻഫർമേഷനൊക്കെ ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഒരു ഇഫക്റ്റീവ് ടൂളാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഫേസ് ടു ഫേസ് ഡിസ്കഷനും ഒരു എക്സാമ്പിൾ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു എക്സാമ്പിളായിട്ട് അവിടെ പറയാമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സ്കൈപ്പിലെ കോൺവെർസേഷൻ, വെർച്വൽ ക്ലാസ് റൂംസ്, ചാറ്റ് റൂംസ്, ഇതെല്ലാം അവിടെ ലൈവായിട്ട് തന്നെ നമുക്ക് എല്ലാവരെയും കാണാനും നമ്മുടെ അഭിപ്രായം പറയാനും കൂടിയുള്ളൊരു വേദിയാവുന്നു. അതാണ് സിങ്ക്രണസ് ആയിട്ടൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അസിങ്ക്രണസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും പരസ്പരം കണ്ടുകൊണ്ട് ഐഡിയാസ്, ഇൻഫർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒന്നും കൂടി ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് പേസ്ഡ് ആണ് ആൻഡ് അലൗ സ്റ്റുഡൻസ് ടു എൻഗേജ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻ വിത്തൗട്ട് ദ ഡിപ്പെൻഡൻസി ഓഫ് അതർ സ്റ്റുഡൻസ് ഇൻവോൾവ്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം. വളരെ ഈസിയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് ഇരിക്കുന്നില്ല, ഒരേ സമയത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ മാത്രം അവരുടെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ട് ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം ഞാൻ മെയിൽ ചെയ്യുന്നു, ബ്ലോഗായിട്ട് എഴുതുന്നു, വിക്കീസിൽ, അതുപോലെ ഡിസ്കഷൻ ബോർഡ്, ആസ് വെൽ ആസ് വെബ് സപ്പോർട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ്, വീഡിയോ കോഴ്സസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ലീനിയർ ലേണിംഗ് എന്ന് പറയുന്നത്. ലീനിയർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡിയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ് തന്നെയാണ്. പക്ഷേ അവിടെ സ്വന്തമായി നമ്മൾ ഒരു കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ടാബ്ലറ്റോ ലാപ്ടോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഡെലിവർ ചെയ്യുന്നു, അത് പഠിക്കുന്നു എന്നുള്ളത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണ് കുറച്ചും കൂടിയിട്ട്. സൊല്യൂഷൻ ഫോർ സാറ്റിസ്ഫൈങ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ്, നമുക്ക് തുടർന്ന് വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലൊരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ആ ഒരു പ്രിൻറ്റഡ് മാനുവൽ റീഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽസ് ത്രൂ മെത്തേഡ്സ് ദാറ്റ് മച്ച് മോർ കൺഡ്യൂസീവ്, അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽ ലേണിങ്ങും പ്രിഫറൻസുകളൊക്കെ ഉള്ളതാണ് ഇത് ലീനിയർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ലീനിയർ ഫാഷൻ മച്ച് ലൈക്ക് റീഡിങ് ഓൺ ഓൺലൈൻ ബുക്സ്, മാനുവൽസ്, അതൊക്കെയാണ്. CBT ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലേണിംഗ് പ്രോസസ്സൊക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീനിയർ ലേണിംഗിൽ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റിമുലസ് ബിയോണ്ട് ദ ട്രഡീഷണൽ ലേണിംഗ് മെത്തഡോളജി ഫ്രം ടെക്സ്റ്റ് ബുക്ക്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എന്തുമാത്രം അറിവ് കിട്ടുന്നു, അല്ലെങ്കിൽ മാനുവലായിട്ട്, അല്ലെങ്കിൽ ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവ് കളക്ട് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി സൊല്യൂഷൻസ് ആണ്. അതുവഴി അവരുടെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സിനെ നമുക്ക് കണ്ടിന്യൂസ്ലി സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് ഓഫൺ ഡൺ ഡയറക്ട്ലി ഫ്രം ദ ഇൻസ്ട്രക്ടേഴ്സ് മെറ്റീരിയൽസ്. സാധാരണ ഇത് ചെയ്യുന്നത് ഇൻസ്ട്രക്ടറുടെ മെറ്റീരിയലിൽ നിന്നാണ്. മച്ച് ഫേവറബിൾ ഓഫ് ഇൻഡിവിജ്വൽ ലേണിംഗ് പ്രിഫറൻസസ്, ഓരോ വ്യക്തിക്കും വ്യക്തിഗതമായി പഠിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ഇ ലേണിംഗ് അപ്രോച്ച് തന്നെയാണ്. ഇവിടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലി ഇൻട്രാക്ട് വിത്ത് അതർ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഇൻസ്ട്രക്ടേഴ്സ്. നമ്മൾ ആ സിങ്ക്രണസിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടും അവരുടെ ഒപ്പമുള്ള മറ്റുള്ള സ്റ്റുഡൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്. ആൻഡ് ഇൻ എസെൻസ് ലേണേഴ്സ് വർക്ക് ടുഗെദർ ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ദെയർ നോളജ്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ അവരുടെ നോളജിനെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെല്ലാവരും കൂടി
ഒരുമിച്ച് ചേർന്നാണ് അത് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഇ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ടിപ്പിക്കലി ഡൺ ത്രൂ ലൈവ് ചാറ്റ്സ്, ഒരേ സമയം ലൈവായിട്ട് ചാറ്റുകൾ, മെസ്സേജ് ബോർഡുകൾ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്രധാനമായിട്ടും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ ഒന്നുകൂടിയിട്ട് എൻറിച്ച് ചെയ്യുക, അത് ഉഷാറാക്കി കൊണ്ടുപോവുക. ഇൻട്രാക്ടിങ് വിത്ത് അതേഴ്സ്, എപ്പോഴത് എൻറിച്ച് ആവുന്നത് മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അവിടെ മറ്റൊരാളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റുഡൻസ് എപ്പോഴും റെസ്പോൺസിബിൾ ആവുന്നത് എങ്ങനെയാണ്? വൺസ് അനദർ ആക്ഷൻ, മറ്റുള്ള ആളുകളുടെ ആക്ഷൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമുക്കവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ടാസ്ക് വിച്ച് എൻകറേജസ് ടീം വർക്ക്. അപ്പം അങ്ങനെ ഓരോ ടാസ്കുകൾ വരുമ്പോൾ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ടീം വർക്കിനെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കൊളാബറേറ്റീവ് ലേണിംഗ് കൺസെപ്റ്റ് ശരിക്കും ഒരു ഇ ലേണിംഗ് കൺസെപ്റ്റ് തന്നെയാണ്. ട്രഡീഷണൽ സോഴ്സ് ഓഫ് ലേണിങ്ങിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു രീതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് തന്നെ ഡയറക്റ്റ് ട്രാൻസ്ഫർ മെത്തേഡ് തന്നെയാണ്. പക്ഷേ അതിന് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ലേണിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. മറ്റുള്ള ലീനിയർ അപ്രോച്ച് പോലെ ഓഫൺ യൂസസ് ഇൻസ്ട്രക്ടറുടെ മെറ്റീരിയൽ മാത്രം എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റീവ് ലേണിംഗ് യൂസസ് ബ്ലോഗുകളുണ്ട്, വിക്കീസ്, ക്ലൗഡ് ബേസ്ഡ് ഡോക്യുമെൻറ്റ് പോർട്ടൽസ് ഒക്കെ. അപ്പോൾ അതിലൂടെയൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ഒന്നിലധികം ആളുകൾ അടങ്ങിയ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. കുറച്ചും കൂടി അവർക്ക് അത് ഈസിയർ ആയിട്ടും അതിനൊരു ഉപയോഗമൊക്കെ അവിടെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്കുകൾ ചെയ്യാം, അവരുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാം, അതുവഴി ഇൻഫർമേഷനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇവിടെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ജസ്റ്റ് ഇ ലേണിംഗ് എന്താണ് ഇന്ത്യയിൽ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നിരിക്കുന്നത് ഇ ലേണിങ്ങിന് ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ എന്താണ് അതിൻ്റെ ഭാവി എന്നതിനെക്കുറിച്ചൊക്കെ മാത്രം. അപ്പോൾ അതൊന്നും അത്ര കാര്യം നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തൊരു കുഞ്ഞ് ടോപ്പിക്കാണ് എന്താണ് ഇ ലേണിങ്ങിൻ്റെ ഡെലിവറിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 4 അപ്രോച്ചുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ അപ്രോച്ചസ് ഏതാ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ സിങ്ക്രണസ് മെത്തേഡ് എന്താണ്, അസിങ്ക്രണസ് എന്താണ്, ലീനിയർ ലേണിംഗ് എന്താണ്, ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഈ 4 മെത്തേഡുകൾ പഠിക്കുക. അത് ഓരോന്നും 2 മാർക്കിനും ചോദിക്കാം, അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതെല്ലാം കൂടിയിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ ഇ ലേണിംഗ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 4 പോയിന്റുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയി മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു 2ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ 3rd ചാപ്റ്ററിലേക്കാണ് ഇപ്പം എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 3rd സെമ്മിൻ്റെ മറ്റുള്ള സബ്ജക്റ്റുകൾ ഓൾറെഡി ഇവിടെ വീഡിയോ ഫുൾ അപ്ലോഡഡ് ആണ്. ആകെ ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് ഈ പ്രൊഫഷണൽ PBSഉം അതേപോലെ തന്നെ BNMO ഉള്ളത്. രണ്ടും മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം, എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നമ്മളെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എന്തായാലും എല്ലാവരും മാക്സിമം ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്